ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് തേങ്ങ ചിരകിയത് വേണം, ചെറിയുള്ളി വേണം, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചിരകിയത് എടുത്തിട്ടുള്ളത്, ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തു. ഇനി അതിലോട്ട് ഞാനിത് ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലുപ്പമുള്ള ചെറിയുള്ളി ആണെങ്കിൽ 4 എടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയതായതുകൊണ്ട് 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ടൊരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് പേസ്റ്റായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് ഇത്രയായാൽ മതി. ഈ ഒരു പാകത്തിന് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. ഇനി ഇതൊന്നും അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് പുഴുക്കിലേക്കുള്ള ചക്ക വേവിച്ചെടുക്കണം. അപ്പോൾ ചക്ക ഞാൻ മുറിച്ചതാ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുരു എടുത്തിട്ടുണ്ട് കേട്ടോ, ചക്കയുടെ കുരു എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മൂത്ത ചക്കയാണ്, പഴുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നല്ല മൂത്ത ചക്കയായിരുന്നു. അപ്പം ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുക്കറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിതാ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചു, ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇത് വേവിക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിൽ കുരുവൊക്കെ അത്യാവശ്യം മൂത്ത കുരുവാണ്. അപ്പം അത് വേവിച്ചെടുക്കാൻ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാൻ ചക്കയിലാണ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ചക്ക നന്നായി വെന്തിട്ടുണ്ട്, ചക്കയും കുരു എല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. വെള്ളമെല്ലാം പാകത്തിന് തന്നെ ആയിരുന്നു കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും ബാക്കി വന്നിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ വെള്ളമൊക്കെ വന്നിട്ടുള്ളത്. ഇനി ഞാനിതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളിതുപോലെ നന്നായിട്ടൊന്ന് ചക്ക ഉടച്ചു കൊടുക്കാം. അപ്പം നന്നായി വെന്തതിനോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അരപ്പ് നമുക്ക് തേങ്ങയുടെ അരപ്പ് ഈ ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കൂടി ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതി. ഇനി അതും കൂടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഉപ്പെല്ലാം പാകത്തിനാണോ എന്നൊക്കെ നോക്കണേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പെല്ലാം പാകത്തിനാണ്, പോരായി തോന്നാണ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ തേങ്ങ ചേർത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങ് തിളക്കിയൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ചെറിയ രീതിയിൽ ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കതിലോട്ടൊരു 4-5 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കറിവേപ്പില. ഇനി വറവും കൂടി നമ്മുടെ ചക്കപ്പുഴുക്കിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി വറവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, അസ്സലാമു അലൈക്കും.